നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം സംബന്ധിച്ച വിഷയത്തിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ പ്രത്യക്ഷ സമരത്തിന് CITU. പുതിയ മാതൃകയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് മെയ് മുതൽ പ്രാവർത്തികമാകും എന്നാണ് ഗതാഗത വകുപ്പ് പറയുന്നത്. അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് CITU രംഗത്തെത്തിയതാണ് പോര് മുറുകാൻ കാരണം. ദിവസവും 50 പേർക്ക് മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന പരിഷ്കാരം CITU അടക്കമുള്ള സംഘടനകളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി പിൻവലിച്ചിരുന്നു. തൽക്കാലം പിൻവലിച്ചുവെങ്കിലും പരിഷ്കാര നടപടിയുമായി മുന്നോട്ടു പോകാനാണ് മന്ത്രിയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം തൃശൂരിൽ ചേർന്ന ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU സംസ്ഥാന കൺവെൻഷനിൽ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന മന്ത്രി കുത്തകകൾക്ക് പരവതാനി വിരിക്കുകയാണ് എന്ന വിമർശനമുണ്ടായി. കേരളത്തിൽ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിനെ പറ്റി സമൂഹത്തിന് മുന്നിൽ തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുന്നത് മന്ത്രി തന്നെയാണ്. ഗതാഗത മന്ത്രിയായി KB ഗണേഷ് കുമാർ ചുമതല ഏറ്റെടുത്ത ശേഷമാണ് ഈ പ്രചാരണങ്ങളെല്ലാം നടക്കുന്നത് എന്നും കൺവെൻഷൻ ആരോപിച്ചു. മന്ത്രിക്കെതിരെ പ്രത്യക്ഷ സമര പരിപാടികൾ തീരുമാനിച്ചാണ് യോഗം പിരിഞ്ഞത്. മാർച്ച് 20-ന് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്താനാണ് തീരുമാനിച്ചത്. ഡ്രൈവിംഗ് സ്കൂൾ സംവിധാനം തകർക്കുന്ന ഗതാഗത മന്ത്രിയുടെ പുതിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന യോഗത്തിൽ യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റും മുൻ MLAയും CITU സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ KK ദിവാകരൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഭരണകക്ഷി യൂണിയനായിട്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു കൂടിയാലോചനയും മന്ത്രി നടത്തുന്നില്ല. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഫെബ്രുവരി 21-ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തിറക്കിയ സർക്കുലർ പിൻവലിക്കണമെന്നാണ് സംഘടനയുടെ പ്രധാന ആവശ്യം. കഴിഞ്ഞ ആഴ്ചയിലും വിവിധ ഇടങ്ങളിൽ മന്ത്രിക്ക് നേരെയുള്ള പ്രതിഷേധം ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. പ്രധാനമായും ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്ന ആളുകൾ തന്നെയാണ് പ്രതിഷേധിച്ചത്. എന്നാൽ പ്രതിഷേധത്തെ തുടർന്ന് ഈ ഒരു തീരുമാനം മാറ്റുകയായിരുന്നു. എന്നാൽ തീരുമാനം തൽക്കാലത്തേക്ക് മാത്രമാണ് മാറ്റിയത്. പൂർണ്ണമായും അടിയന്തരമായും നിർത്തിയിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുകയാണ്. ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയാണ്. ആദ്യഘട്ടത്തിലും ഈ ഗണേഷ് കുമാർ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അഭിപ്രായം തീരുമാനിച്ചപ്പോൾ പ്രധാനമായും ഈ സിറ്റി സർക്കുലർ നിർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. ആ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അതിന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. പിന്നാലെ പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടാകുമ്പോഴാണ് ഈ മന്ത്രി അദ്ദേഹത്തിന് തീരുമാനം പിൻവലിച്ചത്. ഇപ്പോഴും സമാന രീതിയിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ തീരുമാനത്തോട് വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. അദ്ദേഹം തൽക്കാലം ആ ഒരു തീരുമാനത്തിൽ നിന്നും പിന്തിരിഞ്ഞുവെങ്കിലും അടുത്ത മാസത്തോടു കൂടി നടപ്പിലാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഇതിനുള്ള ഈ ഒരു പ്രതിഷേധമൊക്കെ ശക്തമാവുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ തീരുമാനമെന്ന് കണ്ടറിയാം.